ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഉച്ചത്തേക്ക് കറി വയ്ക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ചിക്കൻ ഉണ്ട്, മീനുണ്ട്. അപ്പോൾ രണ്ടിൽ നിന്ന് നമ്മൾ വറുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ വറുക്കാനുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് വറുക്കാൻ ആവശ്യമായ ചിക്കൻ, അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പാത്രത്തിൽ തന്നെ കറി വയ്ക്കുന്നതിനുള്ള ചിക്കനിലേക്കുള്ള മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കറി വയ്ക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അതും കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള മീനിലേക്കും നമ്മൾ മസാല പുരട്ടുന്നുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ അതും മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറി അടുപ്പത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഏകദേശം ആയി തുടങ്ങി. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ നമ്മളിതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നതിലേക്കുള്ള മസാല നമുക്ക് നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ്റെ മസാല കൂട്ടിയതിനകത്ത് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും നമ്മൾ ചേർത്തിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ കറി വയ്ക്കാനുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് സവാള നീളത്തിന് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളക്, ആവശ്യത്തിന് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വലിയുന്നത് വരെ, സവാളയിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞ് പോകുന്നത് വരെ നമുക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേറെയും കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഗ്രേവി ഒന്ന് കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നതോട് കൂടി തന്നെ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, നല്ലപോലെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം അത് ആയി തുടങ്ങി. ഇനി നമ്മളതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ചെറിയ ടീസ്പൂണാണെങ്കിൽ 1 ടീസ്പൂണ്, എൻ്റെ വളരെ ചെറിയൊരു ടീസ്പൂണാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പഴുത്ത 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് 1 or 2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കത് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ അതൊന്ന് ഉടഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് ഗ്രേവി ഒന്ന് ഇളക്കിക്കൊണ്ട് നമുക്കതിനെ പേസ്റ്റാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. തക്കാളി നല്ലപോലെ വാടി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മസാല പുരട്ടുമ്പോൾ മുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ബാക്കി നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ആയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ നമുക്കത് അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കൈ കഴുകിയ വെള്ളം ഒന്ന് കയ്യിലുള്ള മസാലയുടെ ആ ഒരു വെള്ളം കുറച്ചൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്നതിനനുസരിച്ച് നമുക്കതിൽ കുറച്ചും കൂടെ വെള്ളം ആയി വരും കേട്ടോ. അപ്പോൾ നമ്മളത് കാരണം വേവിക്കുന്ന സമയത്ത് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നല്ലപോലെ ചാറ് വേണം എന്ന ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് കുറച്ച് മല്ലിയില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സോയിക്കുട്ടി അതിൻ്റെ ഇടയിൽ ഓടി നടക്കുന്നുണ്ട്, അന്നക്കുട്ടി ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം ആയിതാ സെർവ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.